ഹലോ, മണാലിയുടെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ സ്നോ കാണാൻ വേണ്ടി പോകുന്ന ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പൂരിയും കടലക്കറിയും പിന്നെ ഒരു സ്വീറ്റും ആയിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നന്നായിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നോ ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ കൊണ്ട് നിർത്തുന്ന ഒത്തിരി ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന ഷോപ്പിലായിരിക്കും അവർ മെയിനായിട്ട് കൊണ്ട് നിർത്തുക. അങ്ങനെ നമ്മളൊരു ജാക്കറ്റ് ടൈപ്പ് ഡ്രസ്സ്, എനിക്ക് സത്യം പറയാമല്ലോ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം പിങ്കും പല കളേഴ്സും ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എനിക്ക് സ്യൂട്ടായിരുന്നില്ല. ചെറുത് വലുത് അങ്ങനെ. ഇതാണ് എനിക്ക് അവസാനം കറക്റ്റ് ആയത്. പക്ഷേ കിച്ചോറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രൗൺ കളർ കിട്ടിയത് കൊണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് സോളങ് വാലിയിലേക്കാണ്. പക്ഷേ അവിടെ ഇതുവരെ സ്നോഫോൾ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ട്രാവൽ ചെയ്ത് അടൽ ടണൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവേണ്ടി വരും. കാരണം അവിടെയാണ് ഇപ്പോൾ സ്നോ വന്നിട്ടുള്ളത്. കാരണം സാധാരണ ജനുവരിയിൽ വരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ജനുവരി കഴിയാറായിട്ടും എത്തിയിട്ടില്ല. ഫെബ്രുവരി ആയപ്പം ഫെബ്രുവരീസിലെ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ ഭയങ്കരമായിട്ട് സ്നോഫോളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു അടൽ ടണൽ എന്ന് പറയുന്നത്. കുറച്ച് നേരം നല്ല ലോങ് ആയിട്ടുള്ളൊരു ടണലാണ് കേട്ടോ. ഇതിനുള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ഫീലാണിത്. അത്രയും നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ടണലാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ടണൽ ചെന്ന് ഇറങ്ങുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അടിപൊളിയാണ്. കാരണം നമ്മൾ കുറേ നേരം ഒരു ഇതിലൂടെ സഞ്ചരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നോയുടെ ഒരു വ്യൂ. പക്ഷേ അത് ഫെബ്രുവരി പോയിരുന്നെങ്കിൽ ഇത് ഫുള്ള് സ്നോ ആയിരുന്നു. ഒരു പോർഷൻ മാത്രമാണ് ഇപ്പോൾ സ്നോ വന്നിട്ടുള്ളത്. അതും സ്നോ ഫോളില്ല, എന്നാലും സ്നോ ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് ഒരു രക്ഷയില്ല. കാരണം ചെന്നിറങ്ങിയതും നമ്മൾ ആ ഒരു വെതർ കണ്ടീഷനിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു തണുപ്പുള്ള ഇതിലേക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സ്നോഫോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര -°C പോയി തന്നെ. പക്ഷേ ഇത് അത്രയും കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ വണ്ടികളുണ്ട് കേട്ടോ, നമുക്ക് അതിൽ വേണമെങ്കിലും പോകാം. പിന്നെ ഇവിടെയാണ് ഫസ്റ്റ് തന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്, സ്കേറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനുള്ള ഭയങ്കര മഞ്ഞ് വീഴ്ചയൊന്നും ഇല്ല, എന്നാലും അവിടെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ട്. बढ़िया पोज बनेगा आपके सामने, पूरा क्वालिटी का फोटो आएगा. ഞാൻ വീണു ഗൈസ്. ഈ വീഡിയോയിൽ കാണാൻ കാരണം ഒത്തിരി തവണ നമുക്കിതിൽ കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ ചറുകി പോകേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ മൂട് തല്ലി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ 2 തവണ വീണിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പം ഞെരുങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇപ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങി, ആൾക്കാരും കൂടി തുടങ്ങി. ഞാനിപ്പോൾ ഇവിടെ വീണിരിക്കുകയാണ്, വീണ് മൂട് തല്ലിയിരിക്കുക. ഇത് മഞ്ഞില്ലാത്ത സമയമാണെന്നാണ് പറയണത്. പക്ഷേ ഈ സമയം എങ്ങനെയാണെങ്കിൽ അപ്പോൾ മഞ്ഞുള്ള സമയം എങ്ങനെയായിരിക്കും ഐ ഡോണ്ട് നോ. ഇവിടെ മൊത്തം ഈ ഷൂസ് ഇട്ടിട്ട് പഴുക്കലാണ്. നോ ഇഷ്യൂസ്. സോ അവിടെ വീഡിയോ ബ്ലോക്ക് ആയത് എന്തെന്ന് വെച്ചാൽ ഞാൻ 2 വട്ടം അവിടെ വീണു, ചന്തി തല്ലി വീണു. ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി വീഴാതിരിക്കാൻ. നമ്മൾ ഈ സ്നോ കട്ടിയായി കിടക്കില്ലേ, അവിടെ കൂടി നടക്കാൻ പാടില്ല, എങ്കിൽ നമ്മൾ ചൊർക്കും. നമ്മളിങ്ങനെ പൊടിയായിട്ട് കിടക്കുന്ന സ്ഥലത്തുകൂടി നടന്ന. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കളർ വാസ് നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ അപ്പോഴേക്കും ഫോൺ എവിടെയെങ്കിലും തെറിച്ചു പോകും. ഗൈസ്, ഞാൻ അവിടെയാണ് ഞങ്ങൾ നിന്നത്. അവിടെ നിന്ന് ഞെരങ്ങി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റിവർ പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. യെസ് ഗൈസ്, ഞാൻ ഞെരങ്ങി ഇങ്ങെത്തി. ഇവിടെ ഒരു പുഴയുണ്ട് കേട്ടോ. നമുക്കതിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം അത്രയും നല്ല തണുത്തിട്ടുള്ള ഒരു വെള്ളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കതിലൊന്നും തൊടാൻ പോലും പറ്റില്ല. ഞാൻ തൊടാൻ ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടോ, അത്രയ്ക്ക് തണുപ്പാണ്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ എന്ന് പറയാൻ, നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം, ഭയങ്കര ഒരു എല്ലാം മറന്നിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ. ഇപ്പോൾ കുറച്ച് വെയിലടിച്ചപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ
വളരെ കോസ്റ്റ്ലി ആവുമെങ്കിലും ഇതേപോലുള്ള ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ ഇതേപോലത്തെ കാശ്മീർ ആണല്ലോ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ കാശ്മീർ നമുക്ക് ഇതേപോലത്തെ സ്നോഫോളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹിമാചൽ ചൂസ് ചെയ്തത്. ആക്ടിവിറ്റീസിന് ഒരു ആക്ടിവിറ്റിക്ക് അവർ എത്ര പറഞ്ഞാൽ 2000 അല്ലേ? ഒരു ആക്ടിവിറ്റീസിന് അവർ പറയുന്ന പെർ ഹെഡ് അല്ല, കപ്പിൾ 2000 രൂപ. പക്ഷെ അത് അത്ര അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പാക്കേജ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അല്ല, ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. നമുക്ക് അവിടെ നിന്നല്ലേ 2000. ഹിമാചലില് ഈ നമ്മുടെ ഈ റോട്ടൻ ടണലിന്റെ അടുത്തുള്ള ഈ പ്ലേസിലെ ആക്ടിവിറ്റീസ് റേറ്റ് കുറവാണ്. പക്ഷെ അവിടെ നിന്നാണ് ഈ ആക്ടിവിറ്റീസ് റേറ്റ് കൂടുതലുമാണ്. അങ്ങനെ എല്ലാവരും അവിടെ സ്നോയിൽ പേര് എഴുതുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കും ഒരു ആഗ്രഹം. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചു. അവിടെ എത്ര നേരം അത് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അത് ഒരു മഞ്ഞ് വീഴ്ച കഴിയുമ്പോൾ അത് പോവും. എന്നാലും നമ്മൾ വെറുതെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയൊക്കെ എഴുതി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ കയറാനായിട്ടൊക്കെ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, കിച്ചോട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒത്തിരി കയറി പോകാൻ പറ്റില്ല. ഒറ്റ സ്ട്രിപ്പിന് കുറച്ച് പേരൊക്കെ ഓടിച്ചാടി കയറിയൊക്കെ പോകുന്നുണ്ട്. മണാലിയിൽ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ കൊണ്ടുവന്നാലും അതേപോലെ തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അതാണ് ഒരു കാര്യം. കാരണം ആ ഒരു പുഴയിലൊക്കെ ഇഷ്ടംപോലെ കുപ്പി സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. അതേപോലെ നല്ല വെയിലായി തുടങ്ങി. ഇപ്പം വെയിലായാലും തണുപ്പിനൊരു രക്ഷയില്ല. അവിടെ ഒരു ലവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞില്. നമുക്കത് അടിച്ചു മാറ്റി നമ്മുടെ പേര്. പക്ഷേ ട്രാവൽ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നില്ല. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റാണ് എടുത്തത്. അപ്പോൾ ടോട്ടൽ എത്രയായി? 30K ഫ്ലൈറ്റ് മാത്രം. കാരണം 2 ദിവസം 4 days നമ്മൾ ട്രാവൽ ട്രെയിൻ എടുക്കുവാണെങ്കിൽ പോകും. സോ ഫ്ലൈറ്റ് ആണെങ്കിൽ ഓൺലി 3 hours. നമ്മൾ വന്നതിന് അറൗണ്ട് 6000 ആണ് പാക്കേജ്. എന്ന് പറഞ്ഞാൽ ഡൽഹി ടു മണാലി. എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നേരെ നമ്മളെ മണാലിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഫുള്ള് റൂം സ്റ്റേ ആയാലും ബാക്കി ഫുൾ എക്സ്പ്ലോർ ആയാലും ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, പിന്നെന്താ. പക്ഷേ നമുക്കിന്ന് സോളങ് വാലി മാത്രമേ ഈ ഒരു ഇതിലുള്ളൂ. കാരണം ഈ മഞ്ഞുള്ള സ്ഥലത്തേക്ക് നമ്മൾ വരണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ എത്ര കൊടുത്തു? 1500 രൂപ എക്സ്ട്രാ നമ്മൾ പേ ചെയ്തു. പക്ഷേ ഇപ്പോൾ മഞ്ഞില്ലെന്നാണ് പറഞ്ഞത് സോളങ് വാലിയിൽ. ഇൻകേസ് സോളങ് വാലി മഞ്ഞ് വരും. കാരണം സോളങ് വാലിയിൽ മഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. ഇവിടെയാണ് ഉള്ളത്. ഇതേതാ ടണലോ? റോഡാ ടണലിന്റെ എൻഡാണ്. താങ്ക് യു. ഭയങ്കര തണുപ്പ്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ബൈ ബൈ മണാലി. ഇനി വീഴാതെ തിരിച്ച് അങ്ങ് എത്തേണ്ടതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങി. കാരണം കാണാൻ പറ്റും ഒത്തിരി പേര് വീണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്താ പറയുക, കാശ്മീരിൽ വന്നിട്ട് കാശ്മീരിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ചായ കുടിക്കണം എന്നുള്ളതൊക്കെ. അവിടെ മലയുടെ താഴെ ആ ഒരു താഴ്വരയിലിരുന്ന് ചായ കുടിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കാശ്മീരല്ലെങ്കിലും മണാലിയിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാതെ പോയാൽ എങ്ങനെ? കാരണം അവിടെ പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ്ഡാണ് കേട്ടോ. ഒരു ചായക്കൊക്കെ 50 രൂപയാണ് അവർ മേടിക്കുന്നത്. പിന്നെ നമ്മളൊരു മാഗി കഴിക്കണോ വേണ്ടോ, കാരണം ഫുഡ് പോയ്സൺ ഒരു പ്രശ്നമാണ്. എന്നാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് വാങ്ങിയതാണ്. ഇതാണ് ആ ഒരു ക്വാണ്ടിറ്റി വരുന്നത്. ഇതിന് 75 റുപ്പീസാണ് അവർ പേ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് നല്ല ഹൈ പെയ്ഡാണ് എല്ലാവരും. കുറേ ഷോപ്പുകളുണ്ട്, എന്നാലും അവർ ആ ഒരു പ്രൈസിലാണ് വാങ്ങുന്നത്. കുറേ പേര് കഴിക്കുന്നുമുണ്ട്. അതൊക്കെ തന്നെയാണ് കാരണം അവർ ആ ഒരു തണുപ്പിലാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് സോളങ് വാലിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ട പ്ലേസ് കേട്ടോ. പക്ഷേ ഇവിടെ മഞ്ഞ് വീഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ കുതിരകളും യാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല കുതിരയിൽ കയറണം എന്ന് എനിക്കൊരു ആഗ്രഹം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ യാക്കിൽ കയറാം എന്നുള്ളൊരു ഇതായി. കാരണം എന്തിലെങ്കിലും ഒന്ന് കയറി ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് എന്നെ നിർബന്ധിപ്പിച്ച് ആ യാക്കിൻ്റെ പുറത്ത് കയറ്റി. ഒരു 50 റുപ്പീസാണ് അതിൽ കയറിയിരിക്കുന്നത്. ഞാൻ പേടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ വീണ്ടും നമ്മൾ ഇതിന് മുകളിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഒന്നീ നടന്ന് പോകണം, അല്ലെങ്കിൽ മറ്റൊരു വണ്ടി ഉണ്ട് അതിൽ പോകണം, അല്ലെങ്കിൽ കുതിരയിൽ പോകണം. അങ്ങനെ അവർ ബാർഗെയിൻ ചെയ്ത് ആദ്യം അവരെന്തോ സംതിങ് 500 എന്തോ ആണ് പറഞ്ഞത്.
ബാർഗെയിൻ ചെയ്ത് 150 200 എന്തോ ആ ഒരു എമൗണ്ടിനാണ് പിന്നെ ലാസ്റ്റ് ആൾ സമ്മതിക്കുന്നത്. ഓക്കെ, നമ്മൾ സമ്മതിച്ചു. പക്ഷേ ഞാൻ എങ്ങനെ പേടിച്ചൊരു സമയമില്ല, അത്രയും പേടിച്ചൊരു ടൈമായിരുന്നു കേട്ടോ ഇത്. ഈ കുതിരയുടെ പുറത്ത് പോകുന്നത് അങ്ങനത്തെ വഴിയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെയും ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ വെച്ചിട്ടുണ്ട്, ചിലർക്ക് വേണമെന്നുള്ളവർക്ക് കയറാം അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് കയറുന്ന കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇതാണ് അഞ്ചാനി മഹാദേവ് ശിവലിംഗം. അവരുടെ ഒരു ശിവലിംഗമാണുള്ളത്. ആ ശിവലിംഗം മഞ്ഞിൽ പൊതിഞ്ഞിട്ടിരിക്കുന്നത്, അത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടപ്പോൾ ഇവിടെയൊക്കെ നല്ല മഞ്ഞ് വീഴ്ചയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അത്രയും മഞ്ഞ് വീഴ്ചയില്ല, എന്നാലും ഉണ്ട് 3 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുണ്ട് കേട്ടോ. കാരണം എല്ലാവരും അവിടെ ഇരുന്ന്, നമുക്ക് ചെരുപ്പിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, അപ്പോൾ എല്ലാവരും ഓടി കയറി അവിടെ പോയി ഇരുന്നിട്ടാണ് പോകുന്നത്. കാരണം അത്രയും തണുപ്പാണ് ഇതിൽ, തറയിൽ ചവിട്ടുമ്പോൾ തന്നെ 3 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി ചാടിയൊക്കെ അതിന് മുകളിലെത്തി, കാരണം അത്രയും സ്റ്റെപ്പുകളുണ്ട് കയറാൻ. അപ്പോൾ ഇതാണ് ആ ഒരു ശിവലിംഗം എന്ന് പറയുന്നത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ഫുൾ ഇങ്ങനെ ഒരു മഞ്ഞ് കവർ ചെയ്ത് ഉറങ്ങിയിരിക്കുന്ന പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ ഒരു ഇത് കാണാനായിട്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ നിന്ന് പല രീതിയിൽ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. മാത്രമല്ല നല്ലൊരു ഡിവൈൻ ഫീലും കൂടെ തന്നെയാണ് ഇതൊക്കെ. ഇവിടെ വന്നിട്ട് ഇതൊന്നും കാണാതെ പോകുന്നതും ശരിയല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ്, വേണമെന്നുള്ളവർക്ക് വന്നാൽ മതി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചു പോയപ്പോഴും അതേപോലെ ആളെന്നോട് പിറകിലോട്ട് ബെൻഡ് ചെയ്തിരിക്കാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും പേടിയായിരുന്നു, കാരണം ഇത് വീഴോ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. കാരണം അങ്ങനത്തെ റോഡ്, നടന്നു പോയ ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾക്ക് ഒത്തിരി നടക്കേണ്ടി വരും. അതിനേക്കാളും കുതിരപ്പുറത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നീട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് വന്നു. ഇന്നത്തെ ഫുഡിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും റൊട്ടിയും ചിക്കനും ഒക്കെ തന്നെയാണ്. അവർ ചോറൊക്കെ തരാമെന്ന് പറഞ്ഞു, പക്ഷേ നമുക്കത് അവിടുത്തെ ചോറൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റൊട്ടി, വെജിറ്റബിൾ കറിയും ചിക്കൻ കറിയൊക്കെയാണ് ഇന്നത്തെ മെനുവിൽ കഴിച്ചത്. 3rd ഡേ വന്നിട്ട് നമ്മൾ വീണ്ടും ആലു പൊറോട്ടയാണ് കേട്ടോ ഇന്നത്തെ മെനുവിലുണ്ടായിരുന്നത്. ആലു പൊറോട്ട, മാഗി ഒക്കെയാണ് അവരുടെ ഫുഡിൽ വരുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഇന്ന് ഈവനിങ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ 1-2 അമ്പലങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നവർക്ക് റിവർ റാഫ്റ്റിംഗ് ചെയ്യാം. ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, കാരണം ഒരു ടീമായിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഇത് വരുന്നത്. കാരണം റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ ഏകദേശം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതുപോലത്തെ പാരച്യൂട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോരുത്തർ കയറാനായിട്ടൊക്കെ നമുക്ക് വേണമെന്നുള്ളവർക്ക് കയറാം. ഇവിടെ കുറേ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചിറങ്ങണം, കാരണം അങ്ങനത്തെ ഒരു സ്പേസാണത്. അവിടെ നമ്മളെ നോക്കാനായിട്ട് ആരും തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ വെള്ളച്ചാട്ടം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലോയിലുള്ള വെള്ളത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ പേര് ഗ്രൂപ്പായിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇത് സത്യം പറയാമല്ലോ, ഇവിടെ ഇരുന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ വെള്ളം ഒഴുകുന്നതും കുറേ പാറക്കെട്ടുകളും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുറേ മരങ്ങളും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുകളിലാണ് നമുക്ക് റിവർ റാഫ്റ്റിംഗ് നടക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ചെയ്യുവാണെങ്കിൽ റിവർ റാഫ്റ്റിംഗ് അവരോട് പറഞ്ഞാൽ അവരെല്ലാം സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ നെക്സ്റ്റ് പോയത് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മഹാദേവി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെമ്പിളിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഫുഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ തറയിലിരിക്കാൻ കുറേ റോസ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ, ആർക്ക് വേണമെങ്കിലും വരുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു റൂമിലായിട്ട് കുറേ ബുക്സിൻ്റെ കളക്ഷൻ, മെയിനായിട്ട് ഡിവൈൻ ബുക്സും. പിന്നെ നമ്മളിവിടെ കൈ കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ചെരുപ്പ് നമ്മൾ താഴെ ഒരു കൗണ്ടറുണ്ട്, അവിടെ കൊടുക്കണം. ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ്. നല്ല നമുക്ക് തോന്നത്തില്ല ഇത്രയും വലിയൊരു സ്പേസ് ഇതിൻ്റെ അകത്തുണ്ടെന്ന്, കാരണം പുറമേ നിന്ന് കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല. അവർ നമുക്ക് കുറിയൊക്കെ ഇട്ട് തരുന്നുണ്ട്, നമുക്ക് പ്രസാദം തരുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു തുരങ്കം പോലെ ഞാൻ 1-2 അമ്പലങ്ങളിൽ കണ്ടു കേട്ടോ. ഇങ്ങനെ നമ്മൾ കുനിഞ്ഞ് വേണം അതിനുള്ളിലേക്ക് പോകാനായിട്ട്, ഉള്ളിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് പോകണം എന്നുള്ളൊരു ആചാരമാണ് അവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു സ്പേസ്, കാരണം അവരുടേതായിട്ടുള്ള കുറേ ഐറ്റംസ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, അതായത് ഇങ്ങനെയുള്ള ബ്രേസ്ലെറ്റ്സ് ആയിക്കോട്ടെ, മാലകൾ,
പിന്നെന്താ കുറേ വിഗ്രഹങ്ങളും പല പല ആർട്ട് പീസുകളും തടിയിൽ ചെയ്തിട്ടുള്ളതും ചിരട്ടയിൽ ചെയ്തിട്ടുള്ളതും നമ്മുടെ മണാലിയുടെ കുറേ മെമ്മറീസ് തരുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സ്, മറ്റേ മാഗ്നറ്റ്, അങ്ങനെ ഒത്തിരി പല പല കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം റേറ്റഡ് ആണ്. നമ്മൾ ഭയങ്കര പ്രൈസ് കുറവാണെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും നല്ല രീതിയിൽ അവർ പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറേ പേര് വാങ്ങുന്നുമുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. എല്ലാം കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ആർട്ട് പീസുകളാണ് എല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇതാണ് ആ ഒരു വ്യൂ കാണുന്നത്, അതിൻ്റെ പുറത്തൊരു വ്യൂ. സോ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ്. മണികരൺ ഗുരുദ്വാര എന്ന് പറയുന്ന ഒരു അമ്പലം. അത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. അവിടെയും അത്യാവശ്യം നല്ല തണുപ്പാണ്. ആ ഒരു ട്രാവൽ ചെയ്യുന്ന റോഡൊക്കെ ഭയങ്കര അപകടം പിടിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കൊക്ക പോലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ അമ്പലം കാണാൻ എൻ്റെ അമ്മയെ അടിപൊളിയായിട്ടുണ്ട്. കാരണം ആ ഒരു 2 സൈഡിലായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന, പാറക്കെട്ടിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു വ്യൂവും, പിന്നെ വലിയ അമ്പലം എന്ന് പറഞ്ഞാൽ ഒത്തിരി നിലകളുള്ള വലിയ നീളത്തിനുള്ളൊരു അമ്പലം. അവിടെ വേറെ ഒന്നുമില്ല ആ ഒരു പ്രദേശത്ത്. വീടുകളും വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂവും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതിനുള്ളിൽ കുറേ സ്റ്റെപ്പുകളിൽ നമ്മൾ കയറി പോകുമ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള കുറേ ആചാരങ്ങളും അവിടെ ഒത്തിരി പേരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രസാദം വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ അവർ തന്നെ പറഞ്ഞു അവിടെ പോയി പ്രസാദം വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്ന് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് അവിടെ പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലം വന്നിട്ട്. അതിന് തൊട്ട് പുറത്തായിട്ട് തന്നെ ഇവിടെയും ഫുഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഫുഡ് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാതിരുന്നത്. ഇവിടെയും ഞാൻ കണ്ടു ആ ഒരു തുരങ്കം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഹോട്ട് കേവാണ്. അതായത് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ പുറത്തൊക്കെ നല്ല തണുപ്പാണ്, പക്ഷേ ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ല ചൂടാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ പാറ കാണുന്നുണ്ട്. അതായത് പാറ പൊട്ടിച്ചവർ പാറ നശിപ്പിക്കാതെ അവർ ചെയ്തതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് 1-2 ചെറിയ മുറികളുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു ചെറിയ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇതിന് അകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഒത്തിരി പേരെ കാണാൻ പറ്റി. കുറേ പേര് അവിടെ ഇരിക്കുന്നു. കാരണം ഇവിടെ നല്ല ചൂടാണ്, നല്ല സുഖമാണ് അവിടെ ഇരിക്കാനായിട്ട്. അതാണ് ഒത്തിരി പേര് അവിടെ ഇരുന്നത്. അപ്പോൾ ഈ അമ്പലം കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഭയങ്കര ഡിവൈൻ ഫീലുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ജേണി അവസാനിച്ചു. നമ്മുടെ മണാലി അവസാനിച്ചു. ഇതൊരു കുളു ആ ഒരു ഏരിയയിലേക്ക് വരുന്നതാണ് കേട്ടോ മണികരൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മണി സമയമായപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി. കാരണം നമുക്ക് 6 മണിക്കാണ് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 മണിക്ക് നമുക്ക് ബസ് കിട്ടിയാലേ നമുക്ക് ഫ്ലൈറ്റ് രാവിലെ തന്നെ ഡൽഹിയിലെത്തി പിന്നെ എല്ലാം കറക്റ്റായിട്ട് നടക്കുള്ളൂ. ബസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാവും. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ നമുക്ക് ചിലപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കളയുന്നത് വളരെ മോശമായതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്നൊരു 4 മണി സമയമായപ്പോൾ നമ്മൾ ഇറങ്ങി. കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും വരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളാണ് കേട്ടോ അത്. അപ്പം 3-ാമത്തെ ദിവസം വലിയതായിട്ട് തോന്നിയില്ലെങ്കിലും എന്താ പറയുക, കുഴപ്പമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ അറിയാമല്ലോ പശുക്കളെയൊക്കെ തുറന്നു വിട്ടേക്കുവാണ്. അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കിച്ചുവേട്ടൻ ധൈര്യപൂർവ്വം പോയി അതിനൊക്കെ തൊട്ടു. പിന്നെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. അവിടെ കുറേ തപ്പിയിട്ട് ലാസ്റ്റ് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അതിന് പുറത്ത് ഉള്ള വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു. കാരണം എനിക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. ഞാനൊരു ബ്രെഡ് സാൻഡ്വിച്ച് പറഞ്ഞു. ആളെന്തോ ഒരു പുലാവ്, ഈ ഒരു ഫ്രൈഡ് റൈസ് പോലത്തെ എന്തോ സംഭവം പറഞ്ഞു. പക്ഷേ ഞാൻ എന്താ പറയുക, വിശപ്പും ഉണ്ട്. ഇനി വേറൊന്നും കഴിക്കേണ്ട, കാരണം ബസ്സിൽ കയറിയാലുള്ള അവസ്ഥ അറിയാമല്ലോ. അവിടെ ഒരു 9 മണി സമയമൊക്കെ ആകുമ്പോൾ അവർ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തും. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് കഴിച്ചു. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ടേസ്റ്റ് എന്തോ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫീലായിരുന്നു. അതെന്നെ ഫുൾ ബാധിച്ചു കേട്ടോ. കാരണം ബസ്സിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് വോമിറ്റിംഗ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഛർദ്ദിച്ചില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഡൽഹിയിലെത്തി. ഒരു ദിവസം ഡൽഹിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ 6 മണിക്ക് എയർപോർട്ടെത്തി.
കറക്റ്റ് 7 മണി കഴിഞ്ഞ് 9 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളെ ബസ്സിൽ ഫ്ലൈറ്റിനടുത്തേക്ക് കൊണ്ടുവന്നാണ്. നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 9 മണിയാണ് പറഞ്ഞത്, 9:30 ആയി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ജേണി ഇവിടെ അവസാനിച്ചു. ഭയങ്കര ടയേർഡായിരുന്നു, ഒരു 4-5 ദിവസത്തെ ജേണി. കാരണം വീണ്ടും ഫ്ലൈറ്റ് എടുത്തതും അതുകൊണ്ടാണ്, നമ്മൾ ഒത്തിരി ടയേർഡ് ആവാതെ പെട്ടെന്ന് എത്തണം എന്നുള്ളത് കൊണ്ട്. അങ്ങനെ ഒരു 12-12:30 സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തുന്നു. അതോടുകൂടി ഞങ്ങളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോകളും ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ.